പിണറായി സർക്കാരിന് മൂന്നാം മൂഴം കിട്ടാതെ വരികയാണെങ്കിൽ അതിനു കാരണം വനംവകുപ്പായിരിക്കുമോ? ഇടതു സർക്കാരിന്റെ 4ാം വാർഷികം സംബന്ധിച്ച് ഒരു ദേശീയ ദിനപത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ ഒരു ലേഖകൻ ചോദിച്ചു. എനിക്കങ്ങനെ തോന്നുന്നില്ല. ചിരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടിയെങ്കിലും അദ്ദേഹം ചോദ്യത്തിനുള്ള ഉത്തരം അവസാനിപ്പിച്ചത് ആനക്കൊമ്പ് മോഷണവീരനായ വീരപ്പന്റേതായി പ്രചരിക്കുന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. ഞാൻ ഇല്ലാതാകുമ്പോൾ നിങ്ങൾ എന്റെ വില മനസ്സിലാക്കും. ആനക്കൊമ്പ് വേട്ടക്കാരൻ വീരപ്പൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ജനം കൊതിക്കുന്ന കാലമായെന്ന് മുഖ്യമന്ത്രിക്കും മനസ്സിലായി എന്നർത്ഥം. അതുകൊണ്ടാവണം മെയ് 19 കോഴിക്കോട് പത്രസമ്മേളനത്തിൽ അദ്ദേഹം വന്യമൃഗ നിയന്ത്രണത്തിന് ലോകത്താകെ നടപ്പാക്കുന്ന നായാട്ട് പോലത്തെ നടപടിക്രമങ്ങൾക്ക് ഇന്ത്യയിലും അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടത്. നാട്ടിൽ ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടായെങ്കിലും വന്യമൃഗങ്ങളുടെ വർധന നിയന്ത്രിക്കാനായിട്ടില്ല. അതിന് ലോകത്താകെ നടപ്പാക്കുന്നത് നായാട്ടും മറ്റുമാണ്. അതിന് ഭാരതത്തിൽ നിരോധനമാണ്. അത് തിരുത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. മെയ് 28 ചേർന്ന മന്ത്രിസഭാ യോഗം ഈ തീരുമാനമെടുക്കുകയും ചെയ്തു. ഈ വർഷം തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കേരളത്തിൽ 26 പേർ കൊല്ലപ്പെട്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. 9 വർഷമായി ഇപ്പോഴാണോ മുഖ്യമന്ത്രിയുടെ കണ്ണു തുറക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. വനം മന്ത്രിക്ക് ഇത്തരമൊരു നിർദ്ദേശം കൊണ്ടുവന്ന് മന്ത്രിസഭയുടെ അംഗീകാരം നേടി നടപടികളെടുക്കുവാൻ കഴിവില്ലാതെ പോയതാണ് വിഷയം. വിഷയത്തിന്റെ ഗൗരവം മുഖ്യമന്ത്രി മനസ്സിലാക്കിയതിന് വേറൊരു പ്രയോജനവും ഉണ്ടായി. ജനവാസ മേഖലയിൽ നിയന്ത്രിത നായാട്ടിന് നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള സാധ്യതയും സർക്കാർ പരിശോധിച്ചു തുടങ്ങി. നിയമനിർമ്മാണത്തിനായി വനം നിയമ വകുപ്പുകൾ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടി. കേന്ദ്ര സംസ്ഥാന വനം നിയമങ്ങൾ പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ വനം വകുപ്പിനോട് നിർദ്ദേശിച്ചു. നല്ല നീക്കങ്ങളാണ് നടക്കുന്നത്. ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമനിർമ്മാണാധികാരമുള്ള സമാവർത്തി പട്ടികയിലുള്ള വിഷയമായതിനാൽ സംസ്ഥാന നിയമസഭയ്ക്ക് ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താനാവും എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് നൽകിയ ഉപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുവാൻ നിയമവകുപ്പുമായി ആലോചിച്ച് നടപടി കൈക്കൊള്ളുവാൻ മെയ് 28 ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജീവനും സ്വത്തിനും കൃഷിക്കും നാശമുണ്ടാക്കുന്ന വന്യജീവികളെ നാട്ടിൽ വെച്ച് കൊല്ലുന്നതിന് നിയമപരിരക്ഷ നൽകുകയാണ് ലക്ഷ്യം. കാട്ടുപന്നികൾ, കുരങ്ങുകൾ, മയിലുകൾ എന്നിവ ജന ആവാസ കേന്ദ്രങ്ങളിലെത്തി ജനങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. ഇവ കാർഷിക വിളകൾ നശിപ്പിക്കുകയും സാധാരണ കർഷകരുടെ ജീവിതവൃത്തിക്ക് വലിയ ഭീഷണി ഉയർത്തുകയുമാണ്. ആനകളുടെയും കടുവകളുടെയും എണ്ണം 3 ഇരട്ടിയായി. കുടിയേറ്റ കർഷകനെ സഹായിക്കാനാവണം പുതിയ നിയമം. വനംവകുപ്പ് തയ്യാറാക്കിയ 2024 വനനിയമം വെച്ച് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും നന്മ ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. വനമന്ത്രി മലയോര കർഷകരെ നിഗ്രഹിക്കുവാൻ കാശും വാങ്ങി നിൽക്കുന്ന മട്ടാണ്. ഏതായാലും മുഖ്യമന്ത്രി ഇടപെട്ടതോടെ ഗുണപരമായ മാറ്റം കാണാനുണ്ട്. നാട്ടിലിറങ്ങിയ കാട്ടുപന്നിയെ കൊന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ചാണോ മണ്ണെണ്ണ ഒഴിച്ചാണോ സംസ്കരിച്ചതെന്ന് നോക്കാൻ ഉദ്യോഗസ്ഥർ പോകേണ്ടെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇത് ജനങ്ങളുടെ മനസ്സറിയുന്ന ഒരു ഭരണാധികാരിയുടെ ശബ്ദമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പറഞ്ഞാൽ പോരാ ഇത്തരം നല്ല വാക്കുകൾ എന്ന് മാത്രം. കാട്ടുപന്നികളെ വെടിവെച്ചാൽ കുഴിച്ചിടണോ തിന്നണോ എന്ന ചോദ്യം മലയോരത്താകെ അലയടിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. അവയെ തിന്നണമെന്ന മലയോര കർഷകരുടെ ആവശ്യം ആദ്യം പരസ്യമായി ഉന്നയിച്ചത് ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. വെടിവയ്ക്കുന്ന കാട്ടുപന്നികളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറി വയ്ക്കണമെന്ന് കോൺഗ്രസിന്റെ മലയോര യാത്രയിൽ സണ്ണി ആവശ്യപ്പെട്ടു. ഇപ്പോൾ അഖിലേന്ത്യാ കിസാൻ സഭയുടെ കർഷക മുന്നേറ്റ ജാഥയിൽ കിസാൻ സഭയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജനും ഈ ആവശ്യം ഉന്നയിച്ചു. ജനമനസ്സറിയുന്ന നേതാക്കൾക്ക് അങ്ങനെയല്ലേ പറയാനാവൂ. ഇരു പാർട്ടികളും ഒരു നിലപാടെടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ. ഇത്തരം നിലപാടുകൾ ജനമനസ്സിൽ ഇടതുമുന്നണിക്കുള്ള സ്ഥാനം കൂട്ടുന്നതാണ്. 28 മാസത്തിനുള്ളിൽ 14.82 കോടി രൂപ വിലയുള്ള 5000 കിൻഡൽ പന്നിമാംസം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് നശിപ്പിച്ചതായാണ് കണക്ക്. 2022 മെയ് 27 2024 സെപ്റ്റംബർ 30 ഇടയിൽ സംസ്ഥാനത്ത് 4941 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. 2719 പന്നികളെ വനംവകുപ്പും 2222 പന്നികളെ പഞ്ചായത്തുകളും. ഈ പന്നികളെ കത്തിച്ചു കളയാതെ മൃഗശാലകളിലേക്കെങ്കിലും കൊടുക്കരുതോ എന്നാണ് കർഷകർ ചോദിക്കുന്നത്. ഉദ്ദേശശുദ്ധിയോടെ നിലപാടുകൾ എടുക്കുന്ന എല്ലാ സാധാരണക്കാരുടെയും വികാരമാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. പക്ഷേ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, നടപടികൾ വേണ്ടേ? മെയ് 22 മന്ത്രിസഭാ തീരുമാനങ്ങൾ നല്ല തുടക്കമാണ്.
കർഷകർക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ കത്തോലിക്ക വൈദികർ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതുകൊണ്ട് ഇത് കത്തോലിക്കരുടെ മാത്രം വിഷയമാണെന്ന് കരുതരുത്. പണ്ട് റബ്ബർ കർഷകരുടെ സമരത്തെക്കുറിച്ച് ഇത്തരം പ്രചാരമുണ്ടായിരുന്നു. ഇന്ന് കണക്കുകൾ പുറത്തു വരുമ്പോൾ റബ്ബർ കർഷകരായ കത്തോലിക്കരുടെ എന്നല്ല ക്രൈസ്തവരുടെ തന്നെ എണ്ണം വളരെ കുറവാണ്. മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വനം വകുപ്പ് വേറൊരു വഴിക്കാണ് സഞ്ചാരം. വിഷപ്പാമ്പിനെ കൊന്നാൽ പോലും കേസെടുക്കുന്നു. സ്വയം പ്രതിരോധത്തിനായി വന്യമൃഗങ്ങളെ കൊല്ലുന്നവരെ പോലും വനം വകുപ്പ് പീഡിപ്പിക്കുകയാണെന്ന് കിഫായുടെ ചെയർമാൻ അലക്സ് ഒഴുകിയിൽ പറഞ്ഞു. അതായത് പിണറായി സർക്കാരിന് മൂന്നാം ഊഴം കിട്ടരുതെന്ന് നിർബന്ധമുള്ള മട്ടിലാണ് അവരുടെ പ്രവർത്തനം. വനമന്ത്രി AK ശശീന്ദ്രൻ ഇനി മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇടതുമുന്നണി ജയിച്ചാലും തോറ്റാലും നോ വറി. പക്ഷേ മുഖ്യമന്ത്രിക്ക് അങ്ങനെയല്ല. അദ്ദേഹത്തെ പാർട്ടി എല്ലാ അധികാരത്തോടും കൂടി ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. മൂന്നാം ഊഴം ഉദ്യോഗസ്ഥന്മാർ ആവശ്യമില്ലാത്തവ ഒന്നും അന്വേഷിക്കേണ്ടെന്ന് നിർദ്ദേശിച്ചതായി അദ്ദേഹം പറഞ്ഞത് നല്ല സൂചനയാണ്. 2016 മുതൽ 2025 ജനുവരി വരെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 1128 പേരാണ്. പരിക്കേറ്റവർ 8480 പേർ. 2016 ഏപ്രിൽ മുതൽ 2024 നവംബർ വരെ 8 വർഷത്തിനിടെ 600 പേർ പാമ്പുകടിയേറ്റ് മരിച്ചു. എങ്കിലും പറയുന്നതിനനുസരിച്ച് നടപടികൾ ഉണ്ടായാൽ ജനം പഴയ കഥകൾ പലതും മറന്നേക്കാം. 1972 കോൺഗ്രസ് കൊണ്ടുവന്ന വനം സംരക്ഷണ നിയമം BJPയും മാറ്റില്ല. സംസ്ഥാനത്തിന്റെ 1961 വനനിയമവും ജനദ്രോഹപരമാണ്. ഇത്തരം കാലഹരണപ്പെട്ട നിയമങ്ങൾ വെച്ചാണ് കോടതി വിധിക്കുന്നത്. നായാട്ടിന് മുഖ്യമന്ത്രി അനുമതി തേടിയ മൃഗങ്ങളിൽ നായ്ക്കളെ കൂട്ടിയതായി തോന്നുന്നില്ല. കേരളത്തിൽ 2.89 ലക്ഷം തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്. തെരുവു നായ്ക്കളുടെ കുത്തിവയ്പ്പിന് 47.6 കോടി രൂപ പഞ്ചായത്തുകൾ ചെലവാക്കുന്നു. 2024 കേരളത്തിൽ 3.16 ലക്ഷം ജനങ്ങൾ പട്ടികടിയേറ്റ് ആശുപത്രികളിലെത്തി. 2024 26 പേർ പേവിഷബാധ മൂലം മരിച്ചു. 2017 1.35 ലക്ഷമായിരുന്നു ഇങ്ങനെ ആശുപത്രികളെ സമീപിച്ചത്. 133% വർധന. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം, 50,870 പേർ. കൊല്ലത്ത് 37,618, എറണാകുളത്ത് 32,086, പാലക്കാട് 31,303, തൃശൂരിൽ 29,363 കേസുകൾ ഉണ്ടായി. 2023 പാർലമെന്റിൽ സമർപ്പിച്ച കണക്കനുസരിച്ച് 30.5 ലക്ഷം പേരെയാണ് പട്ടി കടിച്ചത്. ഇതുമൂലം 286 മരണം സംഭവിച്ചു. തെരുവു നായ്ക്കളെ കൊല്ലാനും നിയമമുണ്ടാവണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. നായ്ക്കളെ ഭയന്ന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ മടിക്കുന്ന കാലമായി. ശക്തമായ നിയമസംരക്ഷണമാണ് തെരുവു നായ്ക്കൾക്കുള്ളത്. ഇതും മാറണം. ഇവർക്കു വേണ്ടി ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകുന്നു. നായ്ക്കളോടുള്ള സ്നേഹത്തെക്കാൾ പേപ്പട്ടി വിഷ നിർമ്മാതാക്കളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് കരുതാൻ ന്യായങ്ങളുണ്ട്. കേരളത്തിൽ പേപ്പട്ടി വിഷ പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും ഉണ്ടായ മരണങ്ങളിൽ പോലും മരുന്നിന്റെ ഗുണനിലവാരം ആരും സംശയിച്ചില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. തെരുവു നായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. 2018 സുപ്രീം കോടതി വിധിയനുസരിച്ച് ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷൻ ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുമുണ്ട്. കടിയേറ്റവർക്ക് 30,000 മുതൽ 17 ലക്ഷം രൂപ വരെ കമ്മീഷൻ നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട്. കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണം വേണ്ടേ? ഒന്നും പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. നടപടികൾ വേണ്ടേ? എല്ലാം ശരിയാക്കിയെന്ന് സർക്കാർ പറയുമ്പോൾ ജനം ചോദിച്ചു പോകുന്നു. വനംവകുപ്പ് കുടിയേറ്റക്കാരെ വേട്ടയാടിയപ്പോൾ മുഖ്യമന്ത്രി എന്തേ നിസ്സംഗനായി? തൊമ്മൻകുത്തിലെ കുരിശ് പിഴുതപ്പോഴും മുഖ്യമന്ത്രി മൗനത്തിലായത് എന്തുകൊണ്ട്? 9 വർഷമായി കണ്ണടച്ചവർ ഇപ്പോൾ കണ്ണു തുറക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണെന്ന് ജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാമോ? മെയ് 15 സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഒരു വിധി ഡെമോക്രസിന്റെ വാൾ പോലെ മലയോര കർഷകന് മുകളിൽ ആടുന്നുണ്ട്. അതനുസരിച്ച് എന്തെങ്കിലും വനഭൂമിയായി റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമി റവന്യൂ വകുപ്പ് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വനേതര ആവശ്യത്തിനായി കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാസത്തിനകം തിരിച്ചെടുത്ത് വനം വകുപ്പിന് കൈമാറണം. തിരിച്ചെടുക്കാൻ ആകാത്ത വിധം ആയിട്ടുണ്ടെങ്കിൽ കൈവശക്കാരനിൽ നിന്നും വില ഈടാക്കി വനംവകുപ്പിന് വനവൽക്കരണത്തിനായി കൊടുക്കണം. ഏറ്റെടുക്കൽ 1 വർഷത്തിനകം പൂർത്തിയാക്കണം. ആയിരക്കണക്കിന് കർഷകരുടെ പട്ടയഭൂമികളെ ബാധിക്കാവുന്ന വിഷയമാണിത്. ഏലം കൃഷിക്കായി പാട്ടമായും പട്ടയമായും നൽകിയിരിക്കുന്ന 2,15,720 ഏക്കർ തങ്ങളുടേതാണെന്ന് വനംവകുപ്പ് അവകാശപ്പെടുന്നു.
വനം റവന്യൂ വകുപ്പുകൾക്ക് ഇക്കാര്യത്തിൽ ഏകോപിച്ച് അഭിപ്രായം പറയാൻ പോലും സാധിക്കുന്നില്ല. വനം വകുപ്പ് വലിയ ഒരു കുടിയേർക്ക് ആസൂത്രണം ചെയ്യുകയാണെന്ന് സംശയിക്കണം. തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുകയാണ്. വനം വകുപ്പ് കൊണ്ട് സർക്കാർ മുടിയാതിരിക്കണമെങ്കിൽ അടിയന്തരമായി കർഷകാഭിമുഖ്യമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം. ഇടതുമുന്നണി പോയി വലതുമുന്നണി വന്നാൽ എല്ലാം ശരിയാകുമെന്നത് തെറ്റിദ്ധാരണയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഹരിത MLA-മാരെയൊന്നും ആരും മറക്കരുത്. VD സതീശൻ പോലും ആ സംഘത്തിൽ അംഗമായിരുന്നു. ഇടതുമുന്നണിയുടെ വനമന്ത്രി കർഷകരുടെ ശത്രുവിനെ പോലെയാണ് പെരുമാറുന്നത്. ജനാധിപത്യ മുന്നണിക്ക് ബദൽ നയങ്ങൾ ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. അതുപോലെ ഇടതുമുന്നണി തിരുത്താൻ തയ്യാറാണോ എന്നും വ്യക്തമാക്കണം. മുഖ്യമന്ത്രിക്ക് ആപത്ത് മനസ്സിലായി എന്നത് നല്ല സൂചനയാണ്. കേരളത്തിൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു വന്ന പിണറായി സർക്കാർ ഏറെ അവകാശവാദങ്ങളോടെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനുള്ള ഒരുക്കങ്ങൾ സർക്കാർ ചെലവിൽ നടത്തുന്നത്. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം എന്നാണ് ആഘോഷങ്ങളുടെ പേര്. കാണം വിറ്റും ഓണമുണ്ണണമെന്ന് വിശ്വസിക്കുന്ന മലയാളികളുടെ മുഖ്യമന്ത്രി ഇല്ലായ്മകളുടെ നടുവിൽ നിന്നും ആഘോഷമായി 4ാം വാർഷികം കൊണ്ടാടുകയാണ്. 2ാം പിണറായി സർക്കാരിന്റെ അവസാന കാലമാകുമ്പോൾ കേരളത്തിന്റെ കടം 4.65 ലക്ഷം കോടിയാവും എന്ന് ധനമന്ത്രി ബാലഗോപാൽ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ 6 ലക്ഷം കോടി ആവില്ലെന്നാണ് ധനമന്ത്രി തരുന്ന സ്വാന്തനം. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നും പുറത്തായ 2015-16 1.5 ലക്ഷം കോടിയായിരുന്നു കടം. 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത്, അതായത് 2020-21 കാലഘട്ടത്തിൽ 2.96 ലക്ഷം കോടിയായിരുന്നു കടം. കടം 4.65 ലക്ഷം കോടിയാക്കിയ 2ാം പിണറായി സർക്കാർ കേരളത്തിൽ 90,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. ഇത് കിഫ്ബിയുടെ പദ്ധതികളാണ്. ഏതാനും ചില പദ്ധതികൾ കൂടിയാണ് ബാക്കിയെന്നും അതുകൂടി നടപ്പാക്കാനാണ് ഉദ്ദേശമെന്നും മുഖ്യമന്ത്രി പറയുന്നു. അത്തരം അവകാശവാദങ്ങൾ എല്ലാ സർക്കാരും നടത്തുന്നതാണ്. പ്രതിപക്ഷ സർക്കാരാണ് അടുത്തതായി അധികാരത്തിൽ എത്തുന്നതെങ്കിൽ ഇത് സംബന്ധിച്ച് മറ്റൊരു കണക്കും ജനത്തിന് കേൾക്കാനാവും. ഓരോ 5 വർഷം കൂടുമ്പോഴും കടം ഇരട്ടിക്കുകയാണ് പതിവ്. ബാലഗോപാൽ വിശദീകരിച്ചു. ഇതനുസരിച്ച് കടം 5.8 ലക്ഷം കോടി ആവേണ്ടതാണ്. പിണറായി സർക്കാർ ഏറ്റവും അധികം ആവേശം കൊള്ളുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ പേരിലാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ പിണറായിയുടെ വികസന നയവും ഉറച്ച നിലപാടും വലിയ പങ്കുവഹിച്ചു എന്നത് തീർച്ച. പദ്ധതിക്ക് എതിരെ ഉയർന്ന സമരങ്ങളെ അടിച്ചമർത്തിയാണ് ഇടതു സർക്കാർ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പിണറായിക്ക് പകരം VSO മറ്റോ ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്ന് പറയാനാവില്ല. എങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിക്കാതെ പോയത് നന്ദികേടായി. പിണറായി സർക്കാർ ഏറെ അവകാശം പറയുന്ന അടുത്ത പദ്ധതിയാണ് ദേശീയപാത 66. പിണറായി കേരളത്തിൽ മുഖ്യമന്ത്രി ആയില്ലായിരുന്നെങ്കിൽ പിണറായിയുടെ പാർട്ടിക്കാർ ഈ പാത നടപ്പാക്കിക്കുമായിരുന്നില്ല. പിണറായി അധികാരത്തിൽ വന്നതുകൊണ്ട് പ്രതിഷേധക്കാർ വായടക്കി വയൽക്കിളികളെ പോലും വെട്ടി പാതയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കി. കേരളത്തിന്റെ ജനസാന്ദ്രത കണക്കിലെടുത്ത് ദേശീയപാതയുടെ വീതി 45 മീറ്ററാക്കി കുറയ്ക്കുവാനും കേന്ദ്രം തയ്യാറായി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയിൽ വീഴ്ചകൾ ഉണ്ടായാൽ അതിന്റെ ശോഭക്കേട് കേന്ദ്ര സർക്കാരിന് തന്നെ ആവേണ്ടതല്ലേ? അതാണ് സാമാന്യ മര്യാദ. എന്നാൽ പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് നടുവിൽ മെയ് 19 തിങ്കളാഴ്ച ദേശീയപാത 66 മലപ്പുറത്ത് കൂരിയാടിനും കൊളപ്പുറത്തിനുമിടയിൽ തകർന്നത് പിണറായി സർക്കാരിനും നാണക്കേടായി. ദേശീയപാതയുടെ നിർമ്മാണം പിണറായി സർക്കാർ അവരുടെ ഭരണനേട്ടമായി കൊണ്ടാടുമ്പോൾ അതിലുള്ള വീഴ്ചയുടെ ഉത്തരവാദിത്വവും അവർക്കില്ലേ? സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന കാറുകൾക്ക് മുകളിലേക്കാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. 3 കാറുകൾ അപകടത്തിൽപ്പെട്ടു. യാത്രക്കാർക്ക് പരിക്കില്ല. പക്ഷേ ഇടതുമുന്നണിക്ക് പരിക്കുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന് കരാർ ലഭിച്ച ഹൈദരാബാദിലെ മേഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 2021-22 കാലയളവിൽ CPM-ന് 25 ലക്ഷം രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അവരല്ല തകർന്ന റോഡ് നിർമ്മിച്ചത്. കേന്ദ്രം നൽകുന്ന പണി നടത്തുന്നവരും സംസ്ഥാനത്ത് നേർച്ചയിടുന്നുണ്ടെന്നും അതിന്റെ ആനുകൂല്യം നേടുന്നുണ്ടാവാം എന്നും വ്യക്തം. ജനാധിപത്യം പുലരാൻ വേണ്ടിയാണ് കോർപ്പറേറ്റുകൾ പാർട്ടികൾക്ക് പണം കൊടുക്കുന്നതെന്ന് കരുതാനാവുമോ? മരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പബ്ലിസിറ്റി ജ്വരം മുഖ്യമന്ത്രിക്ക് വരെ തലവേദന ആവുകയാണ്. അദ്ദേഹം മന്ത്രിസഭയിൽ ഉൾപ്പെട്ട കാലം മുതൽ പാർട്ടിയിലെ തന്നെ പലർക്കും അദ്ദേഹത്തോടുള്ള തലവേദന ഇപ്പോൾ വല്ലാതെ കൂടിയിട്ടുമുണ്ട്. അദ്ദേഹത്തിനെതിരെ സ്പീക്കർ ഷംസീർ സംസ്ഥാന കമ്മിറ്റിയിൽ ആവലാതി പറഞ്ഞത് 1 വർഷത്തിനപ്പുറമാണ്. തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ ഭൂസ്ഥിതിക്കെതിരെ കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചു.
തനിക്കെതിരെ പ്രതികരിക്കുന്നവരെല്ലാം കോൺട്രാക്ടർമാരുടെ ആൾക്കാരാണെന്നാണ് അദ്ദേഹം തിരിച്ചടിക്കുന്നത്. പ്രതികരിക്കുന്നത് സ്വന്തം സഖാക്കളാണെന്ന കാര്യം പോലും ഓർക്കാതെയാണ് മുഖമടച്ചുള്ള അടി. ഏറ്റവും അവസാനമായി 4-ാം പെരുന്നാൾ സംബന്ധിച്ചിറക്കിയ പോസ്റ്ററുകളിൽ റിയാസ് മറ്റു മന്ത്രിമാരെ അവഗണിച്ചത് അവർക്ക് വല്ലാതെ കൊണ്ടു. തദ്ദേശ ഭരണവകുപ്പ് മന്ത്രി MP രാജേഷ് റിയാസിന്റെ തനിപ്പിടിക്കെതിരെ മുഖ്യമന്ത്രിയോട് തന്നെ പരാതി പറഞ്ഞു എന്നാണ് വാർത്ത പരന്നത്. വാർത്ത രാജേഷ് തന്നെ നിഷേധിച്ചെങ്കിലും പരസ്യങ്ങളിൽ റിയാസ് മാത്രമാണ് ഉള്ളതെന്ന സത്യം തുടരുകയാണ്. മുഹമ്മദ് റിയാസിനെതിരെ രാജേഷ് പരാതി കൊടുത്താലും ഇല്ലെങ്കിലും റിയാസ് ബൂർഷ്വ പാർട്ടികളിലെ രീതികൾ തന്നെയല്ലേ ആവർത്തിക്കുന്നത്. മുന്നണി ഭരണത്തിൽ പോലും എല്ലാവരെയും ബഹുമാനിക്കുന്ന രീതിയാണ് അപകടമില്ലാത്തത്. ഇവിടെ എല്ലാവരെയും ഒഴിവാക്കിയാണ് പോക്ക്. ആപത്താണ് ഇത്തരം സമീപനം. അദ്ദേഹം കേരളത്തിലെ റോബർട്ട് വാദ്രയാവുകയാണോ എന്നാണ് പലരുടെയും സംശയം. റിയാസിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം സംബന്ധിച്ച എല്ലാ തടസ്സവും നീങ്ങി. കോഴിക്കോട് ജില്ലയിലെ ആനിക്കാംപൊയിൽ നിന്നും വയനാട് ജില്ലയിലെ കള്ളാടിയിലേക്ക് 8.735 കിലോമീറ്ററാണ് 4-വരി തുരങ്കപാത. മെയ് 14-15 തീയതികളിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ യോഗം അനുമതി കൊടുത്തു. മരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ ത്രികക്ഷി കരാർ, ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽഡിംഗ് കമ്പനി, കൊൽക്കത്ത ആസ്ഥാനമായുള്ള റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവർ കരാർ ഏറ്റെടുത്തു. 2134 കോടി രൂപ 60 ഉപാധികളോടെയാണ് പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയത്. ഉരുൾപൊട്ടൽ സാധാരണയായ നാട്ടിൽ തുരങ്കപാത ആപത്താകില്ലേ എന്ന ഭയം വ്യാപകമായുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ CPM-നെ ED പ്രതികളാക്കിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ, അവർ ചൂണ്ടിക്കാണിച്ചവ തട്ടിപ്പുകളല്ലേ? കരുവന്നൂർ ബാങ്കിൽ അഴിമതികൾ നടന്നെന്ന് പാർട്ടിയും സമ്മതിക്കുന്നു. അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവന്ന് ബാങ്കിനെ രക്ഷിക്കാൻ ശ്രമിച്ചവരാണ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറിമാർ എന്ന് പാർട്ടി തന്നെ പറയുന്നു. ബാങ്കിൽ നിന്നും അധികൃത വായ്പകൾ, ബിനാമി വായ്പകൾ എന്നിവ കൊടുത്തതുകൊണ്ടല്ലേ തട്ടിപ്പുകൾ നടന്നത്? കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതും തട്ടിപ്പല്ലേ? ഇത്തരം തട്ടിപ്പുകൾക്ക് ഇടനിലക്കാരായി കമ്മീഷൻ അടിക്കുന്നത് തട്ടിപ്പല്ലേ? 2011 മുതൽ 2016 വരെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന AC മൊയ്തീൻ, റോഷൻ നാരായണൻ, MS വർഗീസ് എന്നിവർക്ക് ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് അധികൃതർ വായ്പകൾ നൽകുവാൻ സഹായം ചെയ്തു. വർഗീസിന് 2 കോടി രൂപയാണ് വായ്പ അനുവദിച്ചത്. ഇരിങ്ങാലക്കുടയിലെ CPM നേതാവായ CK ചന്ദ്രന്റെ സഹായത്തോടെയാണ് വായ്പ ലഭിച്ചതെന്ന് റോഷൻ മൊഴി നൽകി. മൊയ്തീനാണ് വായ്പ അനുവദിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തിയതെന്ന് അന്നത്തെ ബാങ്ക് മാനേജർ ബിജു കരീമും പറഞ്ഞു. റോഷന് വായ്പ നൽകാൻ മൊയ്തീൻ ഫോണിൽ വിളിച്ചതായി അന്നത്തെ ബാങ്ക് സെക്രട്ടറി TR സുനിൽകുമാറും മൊഴി നൽകി. 2016 മുതൽ 2018 വരെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന രാധാകൃഷ്ണൻ ഇങ്ങനെ വായ്പകൾ കൊടുക്കുന്നതിന് സഹായിക്കുകയും അതിലൂടെ കമ്മീഷൻ വാങ്ങിക്കുകയും ചെയ്തുവെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ ലഭിച്ച തുക പാർട്ടി ഓഫീസ് വാങ്ങുവാൻ ഉപയോഗിച്ചു. തുടർന്നു വന്ന സെക്രട്ടറിയായ MM വർഗീസിന്റെ പേരിൽ സ്ഥലം വാങ്ങി. CPM പൊറത്തുശ്ശേരി ബിൽഡിംഗ് ഫണ്ട് എന്ന പേരിൽ കരുവന്നൂർ ബാങ്കിൽ തുടങ്ങിയ അക്കൗണ്ടിൽ നിന്നും വർഗീസ് 2020 ജനുവരി 16-ന് വാസു എന്ന ആളുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ നിക്ഷേപിച്ചു. പൊറത്തുശ്ശേരിയിൽ പാർട്ടി ഓഫീസിനായി 5 സെന്റ് സ്ഥലം വാങ്ങിയതിനായിരുന്നു അത്. ഈ ഇടപാടുകൾ പാർട്ടിയുടെ ബാലൻസ് ഷീറ്റിൽ ഇല്ല. സഹകരണ ബാങ്കുകളിലും സൊസൈറ്റികളിലുമുള്ള CPM അക്കൗണ്ടുകളിലും ഇല്ല. ഇതേക്കുറിച്ചെല്ലാം പാർട്ടിക്ക് പറയാനുള്ളത് എന്താണ്? കരുവന്നൂർ ബാങ്കിൽ 5 നിയമവിരുദ്ധ അക്കൗണ്ടുകളായി CPM-ന് 76 ലക്ഷം രൂപയുണ്ടെന്ന് ED ചൂണ്ടിക്കാണിക്കുന്നു. ബിനാമി വായ്പകൾ അനുവദിച്ചതിലൂടെ കിട്ടിയ കമ്മീഷൻ, ഡയറക്ടർമാരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ലഭിക്കുന്ന വർക്കിംഗ് ഫണ്ട് ലെവി, ബാങ്കിനു വേണ്ടിയുള്ള ഭൂമി വില നിർണയ ഫീസ് എന്നിവയാണ് ഈ അക്കൗണ്ടുകളിൽ ഉള്ളത്. നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കുന്നതിന് 3000 മുതൽ 5000 രൂപ വരെയാണ് കമ്മീഷൻ വാങ്ങിയത്. ഈ പണം പാർട്ടി ചെലവുകൾക്ക് ഉപയോഗിക്കുന്നു. ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ CPM മറച്ചുവെച്ചു. ബാങ്കിന്റെ നിയമം അനുസരിച്ചല്ല അക്കൗണ്ടുകൾ തുറന്നത്. നിയമവിരുദ്ധ അക്കൗണ്ടുകളുടെ വിവരങ്ങളും ED നൽകുന്നു. EDയുടെ അന്വേഷണത്തിൽ വെളിപ്പെട്ട വിവരങ്ങളാണിത്. ഇവയെക്കുറിച്ച് വിശദീകരിച്ച ശേഷം ചരിത്രം പ്രസംഗിക്കുകയാണെങ്കിൽ ഭംഗിയുണ്ട്. ഇതെല്ലാം കോടതിയിൽ തെളിയിക്കപ്പെടുമോ, യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ എന്നെല്ലാം കണ്ടറിയേണ്ടതുണ്ട്. സാക്ഷികളിൽ പലരും കൂറുമാറ്റപ്പെടാം. ജില്ലാ സെക്രട്ടറി വിളിച്ചു എന്ന് പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് കോടതിയിൽ തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ED ചെയ്തത് വലിയ സേവനമാണ്. കേരളത്തിലെ സഹകരണ മേഖലയിൽ എന്താണ് നടക്കുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇത് കരുവന്നൂരിലെ മാത്രം കഥയല്ല. തട്ടിപ്പുകാർ ഭരിക്കുന്ന എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലെയും സ്ഥിതിയാണ്. തട്ടിപ്പ് നടത്തുന്നത് CPM-കാരനെങ്കിൽ കിട്ടുന്നതിൽ കുറെ പാർട്ടിക്കും കിട്ടും.
അല്ലാത്തവരാണെങ്കിൽ അതെല്ലാം അവരുടെ പോക്കറ്റിലേക്കാവും പോവുക. സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ചവന്റെ ശാപവും കണ്ണീരും തട്ടിപ്പുകാരനെയും കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ തട്ടിച്ചവരിൽ പലരുടെയും വ്യക്തിപരമായ ജീവിതം തെളിവായുണ്ട്. നിലമ്പൂരിൽ ഇടതു വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചാലും അവിടുത്തെ യഥാർത്ഥ താരം DCC പ്രസിഡന്റ് VS ജോയിയാണ്. ആര്യാടൻ ഷൗക്കത്തിനൊപ്പം നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നതിന് പരിഗണിക്കപ്പെട്ട യുവ നേതാവ്. അവസാനം ഷൗക്കത്തിന് കുറിവീണു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ VK പ്രകാശിനെ തോൽപ്പിച്ച് അൻവർ ജയിച്ചത് വെറും 2700 വോട്ടിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി അൻവർ സഹായിച്ചാലും ഇല്ലെങ്കിലും ജനാധിപത്യ മുന്നണിക്ക് വൻ വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. പഴയ ആന്റണി ഗ്രൂപ്പുകാരനായ ഷൗക്കത്തിന്റെ ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ 2021 ആന്റണി ഗ്രൂപ്പുകാരൻ തന്നെയായിരുന്ന പ്രകാശ് ജയിക്കുമായിരുന്നുവെന്ന് കരുതുന്ന കോൺഗ്രസുകാരും ഉണ്ട്. അന്ന് ഷൗക്കത്തിന് കൊടുക്കേണ്ട സീറ്റ് അദ്ദേഹത്തോടുള്ള പക തീർത്ത് പ്രകാശിന് കൊടുത്തത് മൂലമുണ്ടായ ദുര്യോഗമാണ് അൻവറിന്റെ ജയമെന്ന് കരുതുന്നവരും ഉണ്ട്. ഇത്തരം അന്തരീക്ഷത്തിലാണ് ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്ന ജോയി വ്യത്യസ്തനാകുന്നത്, പുതിയ തലമുറയ്ക്ക് മാതൃകയാകുന്നത്. പാർട്ടി ചതിച്ചു എന്ന് പറഞ്ഞ് ജോയി അവസ്വരം ഉണ്ടാക്കിയെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരാഴ്ചയായിട്ടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ നിന്ന ഇടതുപക്ഷത്തിന് ജോയിയെ കിട്ടിയാൽ വലിയ കോളാകുമായിരുന്നു, വലിയ വിജയപ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു. ഇടതുമുന്നണിയുടെ വോട്ടും ജോയി മത്സരിച്ചാൽ സമാഹരിക്കാവുന്ന മലയോര ക്രൈസ്തവരുടെ വോട്ടിൽ കുറെ ഭാഗവും ഭരണത്തിന്റെ സൗകര്യങ്ങളും ചേർത്താൽ നിലമ്പൂർ നിലനിർത്തുവാൻ ഇടതുമുന്നണിക്കാവുമായിരുന്നു. പാലക്കാട് പോലെ ഒരു വലതുകോട്ട ഒന്നും അല്ല നിലമ്പൂർ. ആ സ്വപ്നങ്ങളെല്ലാം നിലം പരിശാക്കിക്കൊണ്ടാണ് ജോയി ആത്മാർത്ഥമായി ഷൗക്കത്തിനു വേണ്ടി കളത്തിൽ ഇറങ്ങുന്നത്. പാർട്ടി പറഞ്ഞാൽ തോൽക്കാൻ വേണ്ടി മത്സരിക്കാനും മടിയില്ലാത്തവനാണ് താനെന്ന് ജോയി പണ്ടേ തെളിയിച്ചിട്ടുണ്ട്. 2016 മലമ്പുഴ നിന്നും VS അച്യുതാനന്ദനുമായി മത്സരിച്ച പാരമ്പര്യം ജോയിക്കുണ്ട്. അന്ന് അച്യുതാനന്ദന് 46,157 വോട്ടുകൾ ലഭിച്ചപ്പോൾ ജോയിക്ക് 35,333 വോട്ട് ലഭിച്ചിരുന്നു. അന്ന് KPCC അംഗവും KSU നേതാവുമായിരുന്നു ജോയി. 2015 മുതൽ KPCC അംഗമാണ് ജോയി. പഴയ ആന്റണി ഗ്രൂപ്പുകാരനായ ജോയി 2021 സെപ്റ്റംബറിലാണ് മലപ്പുറം DCC പ്രസിഡന്റ് ആവുന്നത്. ഷാഫി പറമ്പലിനെ തുടർന്ന് 2012 മുതൽ 2017 വരെ KSU പ്രസിഡന്റ് ആയിരുന്നു. 2017 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 2020-21 കാലത്ത് KPCC ജനറൽ സെക്രട്ടറിയായി. 1985 നവംബർ 23 ജനനം. പോത്തുകല്ല ഗ്രാമത്തിൽ VA സേവ്യറിന്റെയും മറിയാമ്മയുടെയും മകൻ. കോഴിക്കോട് ലോ കോളേജിൽ നിന്നും നിയമബിരുദം. അഭിഭാഷകൻ. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഭാവി എന്തായാലും കേരളത്തിൽ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു നിര നേതാക്കൾ വളർന്നു വരുന്നു എന്നതിന്റെ നല്ല സൂചനയായി ജോയിയും. ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ജോയി കൊടുത്തത് വലിയ വിലയാണ്. ഇടതുപക്ഷം പോലും MLA-മാരെയും MP-മാരെയും വല്ലാത്ത ഉയരത്തിൽ നിർത്തുന്ന കാലമാണ്. ഒരു മണ്ഡലത്തിൽ ഒരിക്കൽ മത്സരിച്ചു ജയിച്ചാൽ മരിക്കുകയോ തോൽക്കുകയോ ചെയ്യാതെ പദവി വിടാത്തവരുടെ കാലം. പുറത്തു നിൽക്കുന്നവരെ അകത്തു കയറിയവർ ഓർക്കാത്ത കാലം. ഇത്തരമൊരു ആസുരകാലത്ത് ജോയി എടുത്ത തീരുമാനം ജോയിയുടെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന ചലനം എന്തായാലും പൊതുജീവിതത്തിൽ നേരും നെറിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന നടപടിയാണ്. ഇന്നലെ വരെ പറഞ്ഞു നടന്ന ആദർശങ്ങൾ ഒരു നിയമസഭാ സീറ്റിനു വേണ്ടി മാറ്റിപ്പറഞ്ഞ് പാർട്ടി മാറുന്നവർ. അൻവറില്ലെങ്കിലും കോൺഗ്രസ് നിലമ്പൂരിൽ ജയിക്കാനാണ് കൂടുതൽ സാധ്യത. അത് വെച്ച് അഹങ്കരിക്കുന്നത് ആപത്താവും. രാഷ്ട്രീയത്തിലെ കഥകൾ അങ്ങനെയാണ്. 2021 മാണി ഗ്രൂപ്പിനെ മുന്നണിയിൽ നിന്നും പുറത്താക്കുന്നതിന് കാണിച്ച വിവേകക്കുറവ് ഇന്നും മുന്നണിക്ക് വലിയ നഷ്ടമായി തുടരുന്നു. വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത്. വിവേകത്തോടെ അൻവറുമായി സന്ധി ഉണ്ടാക്കുക. 2026 വലിയ പരീക്ഷ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മുൻ ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ ഡോക്ടർ KM അബ്രാഹിമിനോട് മാപ്പ് പറഞ്ഞു. ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ആദ്യമാകണം ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി അപവാദ പ്രചാരണത്തിന് മാപ്പ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM അബ്രാഹത്തിനെതിരെ കമാൽ പാഷ 2025 ഏപ്രിൽ 11 ഏപ്രിൽ 24 സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ ആരോപണങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് കാണിച്ച് ഡോക്ടർ അബ്രഹാം അഡ്വക്കേറ്റ് S ചന്ദ്രശേഖർ നായർ മുഖേന മെയ് 7 അയച്ച വക്കീൽ നോട്ടീസിനുള്ള മറുപടിയിലാണ് അദ്ദേഹം മാപ്പപേക്ഷ നടത്തുന്നത്. മുൻ ഹൈക്കോടതി ജഡ്ജിയായ കമാൽ പാഷ നടത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും സബ്ജുഡീസും ആണെന്ന് നോട്ടീസിൽ അബ്രഹാം ചൂണ്ടിക്കാട്ടി. കമാൽ പാഷയുടെ വാക്കും പ്രവൃത്തിയും ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിക്ക് ചേർന്നതല്ലെന്നും
ഇത്തരമൊരു പ്രവൃത്തി അദ്ദേഹത്തിൽ നിന്നും തീരെ പ്രതീക്ഷിച്ചില്ലെന്നും അബ്രഹാം പറഞ്ഞു. മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ നിരീക്ഷണങ്ങൾ വസ്തുതകളുടെ ശരിയായ വ്യാഖ്യാനമായി കരുതി പലരും അത് വിശ്വസിച്ചെന്നും അതിലൂടെ തനിക്ക് അപരിഹാര്യമായ മാനനഷ്ടം ഉണ്ടായെന്നും അബ്രഹാം പറഞ്ഞു. 2 കോടി രൂപയുടെ നഷ്ടം അബ്രഹാത്തിന് ഉണ്ടായതായാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതുകൊണ്ട് നോട്ടീസ് ലഭിച്ച് 2 ആഴ്ചയ്ക്കകം രേഖാമൂലം നിരുപാധികമായി മാപ്പ് പറയണമെന്നും അത് പ്രമുഖ വർത്തമാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്നും യൂട്യൂബ് ചാനലുകളിലെ പ്രസ്തുത വീഡിയോകൾ പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ നിയമ നടപടികൾ ആരംഭിക്കുമെന്നുമായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. മാന്യമായ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് സമൂഹത്തെ ധന്യമാക്കുന്ന എത്രയോ നല്ല മുൻ ഹൈക്കോടതി ജഡ്ജിമാരുള്ള നാടാണ് കേരളമെന്നും നോട്ടീസ് ചൂണ്ടിക്കാണിച്ചു. വക്കീൽ നോട്ടീസിന് ജസ്റ്റിസ് കമാൽ പാഷ മെയ് 21 അയച്ച മറുപടിയിലാണ് തനിക്ക് തെറ്റുപറ്റിയെന്നും ഡോക്ടർ അബ്രഹാത്തോട് പ്രത്യേക വൈരാഗ്യം കൊണ്ട് ചെയ്തതായിരുന്നില്ല ആ വീഡിയോകളെന്നും വ്യക്തമാക്കിക്കൊണ്ട് കമാൽ പാഷ മാപ്പ് പറഞ്ഞത്. അബ്രഹാത്തിനെതിരെ ഒരു കണ്ടെത്തലുകളും ഇല്ലാതിരുന്നപ്പോഴും വിഷയം കോടതിയുടെ പരിഗണനയിൽ ആയിരുന്നപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. സുപ്രീം കോടതിയുടെ സ്റ്റേ വരുന്നതിന് മുമ്പാണ് ഞാൻ ആ വീഡിയോകൾ ചെയ്തത്. വന്ന ശേഷമായിരുന്നെങ്കിൽ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. സംഭവത്തിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയും എനിക്ക് പോലും ഇനി കാണാനാവാത്ത വിധം ആ വീഡിയോകൾ പിൻവലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന നടപടികൾ സ്വീകരിക്കരുതെന്ന് അപേക്ഷിക്കുന്നു. ഭാവിയിൽ അബ്രഹാത്തെക്കുറിച്ച് ഒരു വീഡിയോയും നിർമ്മിക്കുകയോ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുകയോ ചെയ്യില്ലെന്നും കമാൽ പാഷ ഉറപ്പു നൽകി. 2025 ഏപ്രിൽ 11 വന്ന ഹൈക്കോടതി വിധിയെക്കുറിച്ച് നടത്തിയ അവലോകനത്തിൽ മുൻ ഹൈക്കോടതി ജഡ്ജിയായ കമാൽ പാഷ നടത്തിയ നിരീക്ഷണങ്ങൾക്കാണ് അദ്ദേഹം മാപ്പ് പറയേണ്ടി വന്നത് എന്നത് ഏറെ ഗൗരവതരമാണ്. കമാൽ പാഷ പല കാര്യങ്ങളിലും തട്ടിവിടുന്ന പല നിരീക്ഷണങ്ങളും എങ്ങനെയുള്ളവയാണെന്ന് ഈ മാപ്പപേക്ഷ വ്യക്തമാക്കുന്നു. വിഷയങ്ങൾ പഠിക്കാതെ ചിലരോടുള്ള വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിൽ എത്ര നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കോടതിയിൽ ഇരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പരാമർശം നടത്തിക്കൂടാ എന്ന നിയമം ലംഘിക്കാതിരിക്കാൻ പോലും ഈ മുൻ ന്യായാധിപന് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനത്തിലേക്കും വിരൽ ചൂണ്ടുന്ന യാഥാർത്ഥ്യമാണത്. അദ്ദേഹം ഇത്തരത്തിൽ വീഡിയോ ചെയ്തത് സുപ്രീം കോടതി വിധിയെ സ്വാധീനിക്കാം എന്ന് കരുതിയാവുമോ ആവോ? പലതരം നിരീക്ഷണങ്ങളിലൂടെ പലരുടെയും ശബ്ദമായി മാറുകയാണ് ഈ മുൻ ന്യായാധിപനെന്ന ആക്ഷേപം മുഖ്യമന്ത്രി വരെ ഉന്നയിച്ചത് അദ്ദേഹം വഹിച്ച പദവിക്ക് ഭൂഷണമല്ല. സീസറുടെ ഭാര്യ സംശയത്തിന് അതിഥിയാവണം എന്ന് മന്ത്രി KM മാണിയെക്കുറിച്ച് പാഷ നടത്തിയ അനവസരത്തിലുള്ള നിരീക്ഷണം അദ്ദേഹം സ്വന്തം കാര്യത്തിലും ഇടയ്ക്കിടെ ഓർക്കുന്നത് നല്ലതാണ്. കുറവിലങ്ങാടുള്ള ഒരു കത്തോലിക്ക മഠത്തിലെ കന്യാസ്ത്രീകളെ രക്ഷിക്കാനെന്ന പേരിൽ 2018 ഉണ്ടാക്കിയ സേവ് അവർ സിസ്റ്റേഴ്സ് സംഘടനക്കാർ എവിടെ പോയി? അവർ രക്ഷിക്കുന്നതിന് സമരം ചെയ്ത കന്യാസ്ത്രീകളിൽ ഭൂരിഭാഗവും സന്യാസം ഉപേക്ഷിച്ച് പൂർവാശ്രമത്തിലേക്ക് മടങ്ങിയ വാർത്ത ഉയരുമ്പോൾ ഉയരുന്ന ചോദ്യമാണിത്. ഇതായിരുന്നോ അവർ ഉദ്ദേശിച്ച രക്ഷ? അക്കാലത്ത് സഭയെ സ്നേഹിച്ച പലരും നടത്തിയ നിരീക്ഷണവും ഇതായിരുന്നു. ആ സന്യാസിനികളെ നശിപ്പിക്കാനാണ് ഇവർ ചുറ്റും കൂടുന്നത്. ഇന്നും സഭയുടെ നിലപാട് കൃത്യമാണ്. അവർ സന്യാസ നിയമം അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായാൽ അവർക്ക് വേണ്ട മെഡിക്കൽ ചെലവും മറ്റ് ചെലവുകൾക്കുമുള്ള തുകയും സഭ മുടക്കും. മാസം 20,000 രൂപ വീതം കൊടുക്കും എന്ന് അധികൃതർ പറഞ്ഞതായാണ് വാർത്ത കണ്ടത്. ഏതായാലും സഭയ്ക്ക് ഇവരെ ഉപേക്ഷിക്കാനാവില്ല. അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു സിസ്റ്റർ പൂർവാശ്രമത്തിലേക്ക് മടങ്ങി ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി സമ്പാദിച്ച് പുതിയ ജീവിതം തുടങ്ങിയതായി വാർത്ത വന്നു. അവരോടൊപ്പം സമരത്തിലുണ്ടായിരുന്ന വേറെയും സന്യാസിനികൾ പൂർവാശ്രമത്തിലേക്ക് മടങ്ങിയത്രേ. ഇനി കുറവിലങ്ങാട് മഠത്തിൽ ബാക്കിയുള്ളത് 3 കന്യാസ്ത്രീകൾ മാത്രമാണ് പോലും. ഇവരുടെ കടുംപിടുത്തം മൂലം കുറവിലങ്ങാട് മഠം സഭ അടച്ചതായാണ് വാർത്ത. അവർക്ക് അവിടെ താമസിക്കാം. സന്യാസ ജീവിതം തങ്ങൾക്ക് പറ്റില്ലെന്ന് തോന്നുമ്പോൾ സന്യാസികൾ പൂർവാശ്രമത്തിലേക്ക് മടങ്ങുന്നത് വലിയ കാര്യമല്ല. സന്യാസ വസ്ത്രം ധരിച്ചുകൊണ്ട് ഉതുപ്പുണ്ടാക്കുന്നതിലും എത്രയോ നല്ലതാണിത്. കത്തോലിക്ക സന്യാസ ജീവിതത്തിന്റെ മർമ്മ പ്രധാന ഘടകങ്ങളാണ് വ്രതത്രയങ്ങൾ: ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം. ലോകത്തെയും ലൗകിക സുഖങ്ങളെയും പരിത്യജിച്ചാണ് ഒരാൾ സന്യാസിയാകുന്നത്. പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. റോമ 12:2. അതായത് സന്യാസം എന്നാൽ ദൈവവുമായുള്ള വേർപെടുത്താനാവാത്ത പങ്കുവയ്ക്കാത്ത സ്നേഹത്തിന്റെ കഥയാണ്. ഈ ബന്ധമാണ് ബ്രഹ്മചര്യം. ദൈവത്തിനായി ആത്മാവും മനസ്സും ശരീരവും അർപ്പിക്കുന്നവനാണ് സന്യാസി. ലോകത്തിന്റെ ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള അവന്റെ തീരുമാനമാണ് അവനെടുക്കുന്ന ദാരിദ്ര്യവ്രതം. ഒന്നുമില്ലാത്തവർ, ഒന്നും വേണ്ടാത്തവർ ഒന്നിച്ച് ജീവിക്കുന്നതിന് സ്വയം സമർപ്പിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനമാണ് അനുസരണം.
സ്വയം തീരുമാനങ്ങളില്ല, മേലധികാരികൾ എല്ലാം തീരുമാനിക്കുന്നു. അനുസരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമായി അവൻ കാണുന്നു. ഇങ്ങനെ സന്യാസിയാകുന്നവൻ ലോകത്തിന്റെ വഴികളിലേക്ക് തിരിയുമ്പോൾ അവൻ സന്യാസി അല്ലാതാകുന്നു. അതുകൊണ്ട് സന്യാസ വസ്ത്രം ധരിച്ച സന്യാസികളല്ലാത്ത ധാരാളം പേർ നമുക്കിടയിൽ ജീവിക്കുന്നു. അവരിൽ ചിലർ പൂർവാശ്രമത്തിലേക്ക് പോകുവാൻ ധൈര്യം കാണിക്കുന്നു. സന്യാസം ജീവിക്കാതെ സന്യാസവേഷം കെട്ടി നടക്കുന്നവരെക്കാൾ സത്യസന്ധരാണവർ. സന്യാസത്തിലെ പേര് പോലും മാറി അവർക്ക് പൂർവാശ്രമത്തിലെ പേരാണിപ്പോൾ എന്ന് പോലും ലോകത്തിന് മനസ്സിലാകില്ല. ഇനിയെങ്കിലും സേവ് അവർ സിസ്റ്റേഴ്സ് പോലുള്ള സംഘടനക്കാർ പറയുന്നത് വിശ്വസിച്ചു തുള്ളാൻ സന്യാസികൾ തയ്യാറാകാതിരിക്കട്ടെ. ശീലോകന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.